തിരുവനന്തപുരത്ത് അതിജീവന സമരം നടക്കുകയാണ്. ഒരു ഭാഗത്ത് ആശാപ്രവർത്തകർ സമരമുഖത്താണ്, മറുഭാഗത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. കഴിഞ്ഞ 5 ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ച സമരത്തിലാണ് അവർ. ശയന പ്രദക്ഷിണം നടത്തിയ ഉദ്യോഗാർത്ഥികളിൽ 3 പേരാണ് ഇന്ന് കുഴഞ്ഞു വീണത്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. റാങ്ക് പട്ടികയുടെ കാലാവധി വരും ദിവസങ്ങളിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ കാലാവധി തീരുകയാണ്. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPI ഉദ്യോഗാർത്ഥികളുടെ ഈ പ്രതിഷേധ സമരം. ജിബിൻ JB ചേരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ജിബിൻ, വനിതാ CPI ഉദ്യോഗാർത്ഥികളുടെ സമരം, അതിൽ കുഴിഞ്ഞു വീണിട്ടുള്ള 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് സെക്രട്ടേറിയറ്റിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മാർഷൽ, ഈ ഒരു സമരം ഇപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് ഏപ്രിൽ 19-ാം തീയതിയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പല പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ഒഴിവുള്ള വാക്കൻസികൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവധി 19-ാം തീയതി അവസാനിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഭാവി എന്താകുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ പ്രധാനമായും ഇവരുള്ളത്. അത് തന്നെയാണ് ഇത്രയും വൈകാരികമായ ഒരു സമരത്തിലേക്ക് കൂടി ഇവരെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന 19-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്താണ്? ഞങ്ങൾ ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് 2022 നോട്ടിഫിക്കേഷൻ വന്നതാ. ഇത്രയും 3 വർഷമായി ഇതിനു വേണ്ടി. അത് 2022 നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ ഇതിന് മുന്നേ പഠിച്ചു തുടങ്ങണം. ഇപ്പം അത് വന്നിട്ട് ഇപ്പം 2025 ഇത്രയും വർഷം ഇതിനു വേണ്ടി നടന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ഇതിനകത്ത് ഏജ് ഓവറായ കുറേ പേരുണ്ട്. ഇതിന് മുന്നേ വർഷങ്ങളെല്ലാം 600+ വേക്കൻസി പോയിട്ടുണ്ട്. ഞങ്ങളുടെ ആകെ 232 ഫ്രഷ് വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുക, ഇത് ഒന്ന് കാണണേ. ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ ജീവിതമായത് അത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇത് തരണമെന്ന് അപേക്ഷിക്കുക. പല പോലീസ് സ്റ്റേഷനിലും ഈ ഒഴിവുള്ള വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടല്ലേ? ഒരു സ്റ്റേഷനിൽ 6 വനിതാ പോലീസുകൾ വേണമെന്നുണ്ട്. അതുപോലും ഇല്ല. ഞങ്ങൾ RTI വെച്ചപ്പോൾ, RTI ഒരിക്കലും കള്ളം പറയില്ലല്ലോ, RTI വെച്ചപ്പോൾ സ്റ്റേഷനിൽ 570 വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. അതുപോലും ഞങ്ങൾക്ക് തരുന്നില്ല. അത്രയും ഞങ്ങൾക്ക് വേണ്ട. ഒരു 60% ലിസ്റ്റിൽ 60% എങ്കിലും എടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ പോലും 30% പോലും എടുത്തിട്ടില്ല. മാർഷൽ, അത് തന്നെയാണ് കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വെച്ച് വേണമെന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ പല പോലീസ് സ്റ്റേഷനിലും അതില്ല. പക്ഷേ ഇവർ വിവരാവകാശം സമർപ്പിച്ചപ്പോൾ പോലും 560 വേക്കൻസി സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ വേക്കൻസികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇപ്പോൾ ഈ നിരാഹാര സമരം, ഇപ്പോൾ നിങ്ങളുടെ നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു അറിയിപ്പ് നൽകി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ല. ആരും ഇതുവരെ വന്നിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടില്ല. ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സർക്കാരുമായി ചർച്ചയ്ക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇടപെടലുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അത്തരത്തിൽ ആരുടെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ലിസ്റ്റ് വന്ന് അന്ന് മുതൽ തന്നെ ഈ 1 വർഷത്തോളം കാലമായിട്ട് ഞങ്ങളെല്ലാ പാർട്ടി പ്രവർത്തകരെയും സെക്രട്ടേറിയറ്റിലും എല്ലാം അന്വേഷിക്കുന്നുണ്ട് വാക്കൻസിക്ക് വേണ്ടിയിട്ട്. PHQലെല്ലാം ചെന്ന്. പക്ഷേ അപ്പോഴെല്ലാം അവർ പറയുന്നത് വാക്കൻസി ഇല്ല എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 560 വേക്കൻസി സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടും അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വെറും 19 ഫ്രഷ് വേക്കൻസിയാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ ഒരു ബാച്ച് ഇതുവരെ കയറിയിട്ടുള്ളൂ. ഇതുവരെ 3 ബാച്ചാണ് കയറിയത് കഴിഞ്ഞ വർഷം. ഞങ്ങൾക്ക് അത്രയും വേണ്ട. ഒരു 2 ബാച്ച് എങ്കിലും എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബാച്ച് മാത്രമേ. അത് കയറിയത് തന്നെ ജനുവരി 10-നാണ്. അത് 241 പേര്. 560 വേക്കൻസി ഉള്ളിൽ 260 പേര് മാത്രം കയറി. 967 പേരുള്ള ലിസ്റ്റാണ്. അതിനകത്ത് ഇത്രയും പേരെ നിയമിച്ചിട്ടുള്ളൂ. മാർഷൽ, അതായത് 960ഓളം പേർ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് കാലാവധി പൂർത്തിയാകുന്നതിന് വേണ്ടി ഇനി കുറച്ച് ദിവസം മാത്രം, അതായത് ഏപ്രിൽ 19-ാം തീയതിയാണ് ആ ലിസ്റ്റ് പൂർത്തിയാകുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ 960ഓളം വേക്കൻസികൾ ഉള്ളതിൽ 260 പേര് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇവർ വിവരാവകാശം നൽകിയപ്പോൾ തന്നെ 560ഓളം വേക്കൻസിയാണ് സംസ്ഥാനത്ത് ഉടനീളം ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പകുതി പേർക്കെങ്കിലും ജോലി കിട്ടുമെന്നുള്ള ഒരു കാര്യം ഉറപ്പായിരുന്നു. അത് വിവരാവകാശം പോലും തെളിയിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആകെ ഈ ഒരു ഫസ്റ്റ് ബാച്ച് മാത്രമാണ്. സാധാരണഗതിയിൽ 3 ബാച്ചൊക്കെയാണ് ഓരോ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഒരു ബാച്ച് മാത്രമാണ്. ആ ഒരു ബാച്ചിലുള്ളത് ആകെ 260 പേര്. അപ്പോൾ 300ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഇനിയും ബാക്കിയുണ്ട്. വിവരാവകാശം ഇവർ കൊടുത്തപ്പോഴും അതിൽ കിട്ടിയ ഉത്തരം 560 വേക്കൻസി ഉണ്ടെന്നാണ്. പക്ഷേ 560 വേക്കൻസി ഉണ്ടായിരുന്നിട്ടും 260 പേര് മാത്രമാണ് ഇപ്പോൾ ആദ്യം ഒരു ബാച്ചായി വിളിച്ചിരിക്കുന്നത്. കാലാവധി തീരാൻ ഇനി ഏകദേശം 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2 ആഴ്ച കൂടി കഴിയുന്നതോടെ അത് എന്നിട്ടും ഇതുവരെയും അത്തരമൊരു നിയമനങ്ങൾ നടത്താൻ വേണ്ടി വേക്കൻസികൾ, അല്ലെങ്കിൽ തസ്തിക ഒഴിവ് വന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ട് പോലും അതിനകത്ത് തുടർ നടപടി എടുക്കുന്നില്ല PSC എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ടും